Good evening friends, welcome back to our YouTube channel Cascade of Maths. So ഇന്നത്തെ വീഡിയോ പാരലൽ ലൈൻസിൻ്റെ അഞ്ചാമത്തെ പാർട്ടാണ്. ആൻഡ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കോ ഇൻറ്റീരിയർ ആൻഡ് കോ എക്സ്റ്റീരിയർ ആംഗിൾസ് ആണ്. സോ ഇതും നമ്മൾ ഇതിൻ്റെ മുന്നേ പഠിച്ച പോലെ തന്നെ പൊസിഷൻ ബേസ് ചെയ്തിട്ടുള്ള കാറ്റഗറൈസേഷന് നിങ്ങൾക്ക് പഠിക്കാനുള്ള ലാസ്റ്റ് ടോപ്പിക്കാണ്. ഓക്കെ, സോ നമുക്ക് എന്താണ് കോ ഇൻറ്റീരിയർ ആൻഡ് കോ എക്സ്റ്റീരിയർ ആംഗിൾസ് എന്ന് നോക്കാം. സോ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മുടെ മൂന്നാമത്തെ കാറ്റഗറൈസേഷൻ ഓഫ് ആംഗിൾസ് ആണ്, അവരുടെ പൊസിഷൻ ആൻഡ് സൈഡ് ബേസ് ചെയ്തിട്ട്. ഇതുവരെ പറഞ്ഞത് എങ്ങനെയായിരുന്നു? ഇതുവരെ പറഞ്ഞത് സെയിം സൈഡ് സെയിം റിലേറ്റീവ് പൊസിഷൻ ആയിരുന്നു ഫസ്റ്റ് പറഞ്ഞത്, അതിനെ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറഞ്ഞു. ഓപ്പോസിറ്റ് സൈഡ് ആൻഡ് ഓപ്പോസിറ്റ് പൊസിഷൻ പറഞ്ഞവരെ നമ്മൾ ആൾട്ടർനേറ്റീവ് ആംഗിൾസ് എന്ന് പറഞ്ഞു. ആൻഡ് ഈ ആംഗിൾസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവരെങ്ങനെയായിരിക്കും? ഇവരുടെ പൊസിഷൻ പെയർസ് എപ്പോഴും ലൈക്ക് ഔട്ട്സൈഡ് ഫേസ് ചെയ്യുന്നവർ ഒരു പെയർ, ഇൻസൈഡ് ഫേസ് ചെയ്യുന്നവർ ഒരു പെയർ. സോ ഇവർ ഇരിക്കുന്നത് രണ്ട് സെറ്റ് ഓഫ് പെയർസ് ഔട്ട്സൈഡ് ഫേസിങ് ആയിരിക്കും, എക്സ്റ്റീരിയർ ഫേസിങ് ആയിരിക്കും. രണ്ട് സെറ്റ് ഓഫ് പെയർസ് ഇൻറ്റീരിയർ ഫേസിങ് ആയിരിക്കും. സോ അവരുടെ പൊസിഷനിങ് നമുക്ക് നോക്കാം. പൊസിഷനിങ് നോക്കിയിട്ട് ഇവർക്ക് പേര് പറയാം. ഇവർക്ക് രണ്ട് പേരുണ്ട്. ഓക്കെ, എക്സ്റ്റീരിയർ ഫേസിങ്ങും ഇൻറ്റീരിയർ ഫേസിങ്ങും, അതുകൊണ്ട് ഇവർക്ക് രണ്ട് പേരാണ് ഉള്ളത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് എക്സ്റ്റീരിയർ ഫേസിങ് നോക്കാം. എക്സ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ പുറത്തോട്ട്, എ ആൻഡ് ബി പാരലൽ ആണെന്ന് ഉള്ള അസംഷനിൽ ആൻഡ് സി എന്ന് പറയുന്ന ലൈൻ ഇവരെ ട്രാൻസ്വേഴ്സ്ലി കട്ട് ചെയ്യുന്നു. സോ ഞാൻ എൻ്റെ ഫസ്റ്റ് എക്സ്റ്റീരിയർ ആയിട്ട് ഫോം ചെയ്യുന്ന ഒരു ആംഗിൾ എടുക്കുക. അത് ഞാൻ റൈറ്റ് സൈഡിലാണ് എടുക്കുന്നത്. ഓക്കെ, എവിടെയാണ്? റൈറ്റ് സൈഡിൽ. സോ ഈ ആംഗിൾ എന്ന് പറയുന്നത് എനിക്ക് ആരാണ്? എൻ്റെ എക്സ്റ്റീരിയറിൽ പുറത്തോട്ടല്ലേ ഇത് നോക്കിയിരിക്കുന്നത്? അതെ, പുറത്തോട്ടല്ലേ നോക്കിയിരിക്കുന്നത്. സോ ഇതെൻ്റെ എക്സ്റ്റീരിയർ ആണ്. പക്ഷെ ഏത് സൈഡിലാണ്? എക്സ്റ്റീരിയർ ആണ്, അത് ഓക്കെ. ബട്ട് ഏത് സൈഡാണ്? റൈറ്റ് സൈഡ് ആണല്ലേ. എവിടെയാണ്? റൈറ്റ് സൈഡ്. സോ ഇത് എന്ന് പറയുന്നത് എക്സ്റ്റീരിയർ റൈറ്റ് സൈഡാണ്. എക്സ്റ്റീരിയർ റൈറ്റ് ആണെങ്കിൽ ഇയാളുടെ പെയർ എവിടെ തന്നെ വരും? എക്സ്റ്റീരിയർ റൈറ്റിൽ തന്നെ വരും. സോ എക്സ്റ്റീരിയർ റൈറ്റിൻ്റെ പെയർ എവിടെ വരും? എക്സ്റ്റീരിയർ റൈറ്റിൽ തന്നെ വരും. എക്സ്റ്റീരിയർ റൈറ്റ് എവിടെയാണ്? ഇനി പുറത്തോട്ട് നോക്കിയിരിക്കണം. ദേ ഈ ആംഗിളാണ് അല്ലേ. അതെ, ഈ ഫോം ചെയ്ത ആംഗിളാണ് എ എന്ന ലൈനിൽ ഫോം ചെയ്ത എക്സ്റ്റീരിയർ റൈറ്റിൻ്റെ പെയർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? എക്സ്റ്റീരിയർ റൈറ്റ്. ഫൈൻ. അപ്പോൾ ഒരു സെറ്റ് ഓഫ് ആംഗിൾസിനെ നമ്മൾ കണ്ടു. എക്സ്റ്റീരിയർ റൈറ്റ് എന്ന് പറയുന്ന ആംഗിൾ, റൈറ്റ് സൈഡ് ഓഫ് ദി ട്രാൻസ്വേഴ്സൽ ആൻഡ് എന്താണ്? ഫേസിങ് ഔട്ട്വേർഡ്സ് അല്ലേ, പുറത്തോട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഈ ഒരു പെയർ ആയല്ലോ. ഇനി രണ്ടാമത്തെ പെയറിനെ നോക്കാം. എക്സ്റ്റീരിയർ റൈറ്റ് ആയി. എക്സ്റ്റീരിയർ റൈറ്റ് വന്ന സ്ഥിതിക്ക് എന്തുണ്ട്? എക്സ്റ്റീരിയർ ലെഫ്റ്റും നമുക്കുണ്ട് അല്ലേ. എക്സ്റ്റീരിയർ ലെഫ്റ്റും നമുക്കുണ്ട്. സോ എക്സ്റ്റീരിയർ ലെഫ്റ്റ് എവിടെ ആയിരിക്കും ഫോം ചെയ്യുന്നത്? റൈറ്റിൻ്റെ തൊട്ടപ്പുറത്തെ സൈഡിൽ ഫോം ചെയ്യില്ല. റൈറ്റിൻ്റെ തൊട്ടടുത്ത് വന്നിരിപ്പുണ്ട് എക്സ്റ്റീരിയർ ലെഫ്റ്റ്. സോ ദിസ് ഈസ് അവർ എക്സ്റ്റീരിയർ ലെഫ്റ്റ് എന്ന് പറയുന്ന പൊസിഷൻ. എക്സ്റ്റീരിയർ ലെഫ്റ്റ് ഒരു സൈഡ് നമ്മൾ ഒരെണ്ണം കിട്ടി. ഇതിൻ്റെ പെയറിന് എവിടെ വരും? എവിടെയാണോ എക്സ്റ്റീരിയർ റൈറ്റ് വരുന്നത് അതിൻ്റെ തൊട്ട് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വരും അല്ലേ. ലെഫ്റ്റിന് റൈറ്റിന് അഡ്ജസ്റ്റൻ്റ് ആയിട്ടാണ് എപ്പോഴും ലെഫ്റ്റ് വരുന്നത് ആണല്ലോ. സോ എക്സ്റ്റീരിയർ റൈറ്റ് ഈ സൈഡ് ആയിരുന്നെങ്കിൽ എക്സ്റ്റീരിയർ ലെഫ്റ്റ് അതിൻ്റെ തൊട്ടടുത്തായിട്ട് വരും അല്ലേ. അതെ, ഇതാണ് എക്സ്റ്റീരിയർ ലെഫ്റ്റ്. എക്സ്റ്റീരിയർ ലെഫ്റ്റ്. ഓക്കെ അല്ലേ? ഇവർ രണ്ടുപേരും എക്സ്റ്റീരിയർ ആംഗിൾസ് ആണ്. എക്സ്റ്റീരിയർ പുറത്തിരിക്കുന്ന ആംഗിൾസിനെ ആണ് നമ്മൾ എക്സ്റ്റീരിയർ എന്ന് പറയുന്നത്. പുറമേ, അതിനാണ് എക്സ്റ്റീരിയർ അല്ലെങ്കിൽ പുറത്ത്. സോ പുറത്തോട്ട് നോക്കിയിരിക്കുന്ന ആംഗിൾസ് ആണ് ഇവരെ നമ്മൾ എക്സ്റ്റീരിയർ ആംഗിൾസ് എന്ന് വിളിക്കുന്നു. എന്താണ്? എക്സ്റ്റീരിയർ ആംഗിൾസ്. ഇവരെ നമ്മൾ എക്സ്റ്റീരിയർ ആംഗിൾസ് എന്ന് പറയും. പക്ഷെ ഇവരെ കംപ്ലീറ്റ്ലി നമ്മൾ പറയുന്നത് കോ എക്സ്റ്റീരിയർ ആംഗിൾസ് എന്നാണ്. കോ എക്സ്റ്റീരിയർ ആംഗിൾസ്. കോ മീൻസ് കോ എക്സിസ്റ്റ് ചെയ്യുന്ന ആംഗിൾസ്. സോ കോ എക്സ്റ്റീരിയർ ആംഗിൾസ്. ഓക്കെ ആണല്ലോ. ഇവർ എന്താ പറയുക? കോ എക്സ്റ്റീരിയർ ആംഗിൾസ്. ഇവരെ മലയാളത്തിൽ നമ്മൾ പറയും ബാഹ്യ സഹകോണുകൾ. ബാഹ്യ സഹകോണുകൾ. ഓക്കെ, ഇവരെന്താണ് പേര് പറയുന്നത്? കോ എക്സ്റ്റീരിയർ ആംഗിൾസ്.
കോ എക്സ്റ്റീരിയർ ആംഗിൾസ്. അപ്പോൾ നമുക്ക് രണ്ട് പെയർ ഓഫ് ആംഗിൾസ് കിട്ടിയല്ലോ. ഇപ്പോൾ എക്സ്റ്റീരിയർ രണ്ടും പറഞ്ഞു കഴിഞ്ഞു. ഇനി ആരാ ഉള്ളത്? എക്സ്റ്റീരിയർ പറഞ്ഞോ, ഇനി ആരാ? ഇൻറ്റീരിയർ ഉണ്ടല്ലേ. നമുക്കിനി ആരുണ്ട്? ഇൻറ്റീരിയർ ഉണ്ട്. ഇൻറ്റീരിയർ ഒന്ന് നോക്കിയാലോ. ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ അകത്താണ്. ഇൻറ്റീരിയർ ഓഫ് ദി ഹൗസ് എന്ന് പറഞ്ഞാൽ വീടിൻ്റെ അകമേ എന്നുള്ളൊരർത്ഥമല്ലേ. സോ ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ അകത്ത് വരുന്ന ആംഗിൾസ്. എന്തിൻ്റെ അകത്ത്? രണ്ട് പാരലൽ ലൈൻസിനെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഫോം ചെയ്യുന്ന ആംഗിൾസ് ആയിരിക്കും ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് നമ്മൾ പറയാം. ഫൈൻ, നമുക്ക് റൈറ്റ് സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതായിരിക്കും നമ്മുടെ റൈറ്റ് സൈഡിലെ ഒരു ഇൻറ്റീരിയർ ആംഗിൾ. റൈറ്റ് സൈഡിലെ ഇൻറ്റീരിയർ ആംഗിൾ ആണല്ലേ ഇത് ഏതാണ്? റൈറ്റ് സൈഡ്. സോ ഇൻറ്റീരിയർ റൈറ്റ് ആണ്. ഇൻറ്റീരിയർ റൈറ്റ് ഒരു ആംഗിൾ നമുക്ക് കിട്ടി. അപ്പോൾ ഇതിൻ്റെ പെയറും എവിടെ തന്നെ ആയിരിക്കും? റൈറ്റ് സൈഡിൽ ഉള്ള ഇൻറ്റീരിയർ പൊസിഷനിൽ തന്നെ ആയിരിക്കും ഈ ഇൻറ്റീരിയർ ആംഗിളിൻ്റെ പെയർ. അതെവിടെയാണ്? ഇതാണല്ലേ, അകത്ത് ഫോം ചെയ്യുന്ന പെയർ ഇതാണ്. സോ ഇതാരാണ്? ഇൻറ്റീരിയർ റൈറ്റ്. സോ ഇൻറ്റീരിയർ റൈറ്റ് പെയർസ് നമുക്ക് കിട്ടി. ഇൻറ്റീരിയർ റൈറ്റ് പെയർ വന്ന സ്ഥിതിക്ക് നമുക്ക് ആരുണ്ട്? ഇൻറ്റീരിയർ ലെഫ്റ്റ് പെയർസും ഉണ്ട് അല്ലേ. ആരുണ്ട്? ഇൻറ്റീരിയർ ലെഫ്റ്റ് പെയർസ്. റൈറ്റ് ഈ സൈഡ് ആണെങ്കിൽ ലെഫ്റ്റ് തൊട്ടപ്പുറത്തായിരിക്കൂലേ, ഇവരുടെ നേരെ അടുത്തിരിക്കുന്ന ആള്. സോ ഇതാണ് ഇൻറ്റീരിയർ പൊസിഷൻ. ഇതാണ് നമ്മുടെ ഇൻറ്റീരിയർ ലെഫ്റ്റിൻ്റെ ഒരു ആംഗിൾ. ആരാണ്? ഒരു ആംഗിൾ. ഇതാരാണ്? ഇൻറ്റീരിയർ ലെഫ്റ്റ്. ഇൻറ്റീരിയർ ലെഫ്റ്റ്. സോ ഇൻറ്റീരിയർ ലെഫ്റ്റിൻ്റെ ഒരു ആംഗിൾ ഇവിടെ ഉണ്ടെങ്കിൽ തൊട്ടടുത്ത ആംഗിൾ എവിടെ വരും? നമ്മൾ ഇൻറ്റീരിയർ റൈറ്റ് വന്ന അതേ പൊസിഷനിൽ ഇൻറ്റീരിയർ ലെഫ്റ്റും വരുമല്ലോ. അപ്പോൾ ഇൻറ്റീരിയർ ലെഫ്റ്റിൻ്റെ പെയർ എവിടെയാണ്? തൊട്ടടുത്ത് ഇവിടെ വരും അല്ലേ. ഇവർ ഇൻറ്റീരിയർ ലെഫ്റ്റ്. സോ നമ്മൾ എക്സ്റ്റീരിയർ ആംഗിൾസ് കണ്ടപ്പോൾ രണ്ട് പെയർ ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ് കണ്ടു. അവർ നമ്മൾ എന്ത് പറഞ്ഞു? കോ എക്സ്റ്റീരിയർ ആംഗിൾസ് അഥവാ ബാഹ്യ സഹകോണുകൾ എന്ന് പറഞ്ഞു. സോ ഇപ്പോൾ നമ്മൾ രണ്ട് പെയർ ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് കണ്ടേക്കുവാണ്. ഇൻറ്റീരിയർ ആംഗിൾസിന് നമ്മൾ അപ്പോൾ എങ്ങനെ പറയും? കോ ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറയും. എന്ത് പറയും? കോ ഇൻറ്റീരിയർ ആംഗിൾസ്. കോ ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറയും. ഇവരെ എന്താണ് ഈ മലയാളത്തിൽ ആന്തരിക സഹകോണുകൾ എന്ന് പറയും. എന്താണ്? ആന്തര സഹകോണുകൾ. എന്താണ്? ആന്തര സഹകോണുകളെയാണ് കോ ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ 4 പെയർ ഓഫ് ആംഗിൾസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 4 പെയർസിൽ 2 പെയർ കോ എക്സ്റ്റീരിയർ, 2 പെയർ കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. ഫൈൻ, ഓക്കെ ആണല്ലോ. നമുക്കിനി ഇതിൻ്റെ എന്താണ് ഒന്ന് ഡെഫിനിഷനും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. എന്താണ് കോ ഇൻറ്റീരിയർ ആംഗിൾസ്? നോക്കിക്കേ. കോ ഇൻറ്റീരിയർ ആംഗിൾസ് അഥവാ ആന്തര സഹകോണുകൾ ഒക്കർ ബിറ്റ്വീൻ 2 പാരലൽ ലൈൻസ് ആൻഡ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദി ട്രാൻസ്വേഴ്സൽ അല്ലേ. എന്താണ് ഒക്കർ ബിറ്റ്വീൻ interior right അല്ലേ, occur between two parallel lines and on the same side of the transversal. പിന്നെന്താണ് പറഞ്ഞേക്കുന്നത്? they add up to 180 degree. ഈ ഒരു പെയർ ഓഫ് ഇൻറ്റീരിയർ ആംഗിൾ നമ്മൾ ആഡ് ചെയ്താൽ അവരുടെ സം എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം 180 ആകുന്നത് കൊണ്ട് തന്നെ അവരെ നമ്മൾ സപ്ലിമെൻ്ററി ആംഗിൾസ് എന്നും പറയും. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതെങ്കിലും ഒരു പെയർ ഓഫ് ആംഗിൾസ് സം അപ് ടു 180 ആണെങ്കിൽ അവരെയാണ് നമ്മൾ സപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് വിളിക്കുന്നത്. സോ co-interior angles are also known as supplementary angles and they always add up to 180 degree. ഓക്കെ ആണല്ലോ. ഇനി കോ എക്സ്റ്റീരിയർ ആംഗിൾ നോക്കിക്കേ. കോ എക്സ്റ്റീരിയർ ആംഗിൾസ് അഥവാ ബാഹ്യ സഹകോണുകൾ ഓൺ ദ സെയിം സൈഡ് ഓഫ് ദി ട്രാൻസ്വേഴ്സ് ആണ് അല്ലേ. ഓൺ ദി സെയിം സൈഡ് ഓഫ് ദി ട്രാൻസ്വേഴ്സ്, ഒരേ സൈഡ് ആണല്ലോ, സെയിം സൈഡ് ഓഫ് ദി ട്രാൻസ്വേഴ്സൽ ലൈൻ ആൻഡ് ഔട്ട്സൈഡ് ഓഫ് ദി 2 ലൈൻസ്, 2 ലൈൻസിനും പുറത്താണ് ഇവരിയ്ക്കുന്നത്. ആൻഡ് ഔട്ട്സൈഡ് ഓഫ് ദി 2 ലൈൻസ് ഇവരും എന്താണ്, ദേ ഓൾവേസ് ആഡ് അപ്പ് ടു 180 ഡിഗ്രി. സോ കോ എക്സ്റ്റീരിയർ ആംഗിൾസിൻ്റെ ഒരു പെയർ ഓഫ് ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നതും 180 ഡിഗ്രി തന്നെ ആയിരിക്കും. ആൻഡ് സിൻസ് ദേ ആർ 180 ഡിഗ്രി ദേ ആർ നോൺ ആസ് സപ്ലിമെൻ്ററി ആംഗിൾസ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എന്തിനറിഞ്ഞിരിക്കേണ്ടത്? കോ ഇൻറ്റീരിയർ ആൻഡ് കോ എക്സ്റ്റീരിയർ ആംഗിൾസിന് അറിഞ്ഞിരിക്കേണ്ടത്.
ഫൈൻ, ഓക്കെ, വേറെ ഡൗട്ട്സ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എങ്കിൽ നമുക്ക് ഇപ്പം പഠിച്ച ഈ കാര്യങ്ങൾ ത്രൂ ആൻ എക്സാമ്പിൾ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ നമുക്കിനി എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഒരു രണ്ട് പാരലൽ ലൈൻസ് ഉണ്ട്, എ ബി ആൻഡ് സി ഡി എന്ന പാരലൽ ലൈൻ. ഈ എഫ് എന്ന് പറയുന്ന ഒരു ട്രാൻസ്വേഴ്സൽ ലൈൻ ഇന്റർസെക്റ്റ് ചെയ്യാണ് അല്ലേ. ആൻഡ് എ ബിനെ ഇ എഫ് ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഒ, ആൻഡ് സി ഡിനെ ഇ എഫ് ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ജി. സോ നമുക്ക് വാല്യൂ കൊടുത്ത് നമ്മളിപ്പോൾ പഠിച്ച കോ ഇൻറ്റീരിയർ ആൻഡ് കോ എക്സ്റ്റീരിയർ ആംഗിൾസ് ഇതിൽ നിന്നൊന്ന് എഴുതി നോക്കിയാലോ. ഓക്കെ, സോ ഈ സൈഡിൽ ഞാൻ കോ ഇൻറ്റീരിയർ ആംഗിൾസ്, ഈ സൈഡിൽ കോ എക്സ്റ്റീരിയർ ആംഗിൾസുമാണ് എഴുതാൻ പോകുന്നത്. ഫൈൻ, ഫസ്റ്റ് നമുക്ക് കോ ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് തുടങ്ങാം. എവിടെ നിന്ന് തുടങ്ങാം? കോ ഇൻറ്റീരിയർ ആംഗിൾസ്. ഞാൻ പറഞ്ഞല്ലോ ഇൻറ്റീരിയർ ആംഗിൾസ് എപ്പോഴും അകത്താണ് ഫോം ചെയ്യുന്നത്. സോ ഇതാണ് ഞാൻ എടുത്ത ഫസ്റ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആൻഡ് ഇറ്റ് ഈസ് എന്തായിരിക്കും? ഇതൊരു 120 ഡിഗ്രി ആണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്തു. ആ ആംഗിളിൻ്റെ പേരെന്താണ്? കോ ഇൻറ്റീരിയർ അല്ല, അപ്പം ആംഗിളിൻ്റെ പേരെന്താണ്? ആംഗിൾ BOF എന്ന് പറയുന്നത് 120 ഡിഗ്രി ആണ് ആൻഡ് അതൊരു കോ ഇൻറ്റീരിയർ ആംഗിൾ ആണ്. സോ ഈ കോ ഇൻറ്റീരിയർ ആംഗിളിൻ്റെ പെയർ എവിടെ വരും? അതിന് രണ്ട് പാരലൽ ലൈൻസിന് അകത്താണ് കോ ഇൻറ്റീരിയർ ആംഗിൾസ് വരുന്നത്. സോ ഇത് റൈറ്റ് സൈഡിലാണ്. സോ അതിൻ്റെ പെയറും റൈറ്റ് സൈഡിൽ തന്നെ വരണം. സോ ഇതാണ് 120 എങ്കിൽ ഇതിൻ്റെ പെയർ എവിടെ വരും? അതെ, ഇവിടെ വരും അല്ലേ, ഇവിടെ വരും. ഇതാണ് ഇതിൻ്റെ പെയർ 120 ഡിഗ്രി. ഇനി അതിൻ്റെ പേരൊന്ന് പറഞ്ഞേ. ആംഗിൾ DGE. ആംഗിൾ DGE 120 ഡിഗ്രി. ഓക്കെ ആണല്ലോ. സോ ഒരു പെയർ ഓഫ് കോ ഇൻറ്റീരിയർ ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് പെയർ നോക്കാം. ഈ ഒരു ആംഗിൾ 120 ആണെങ്കിൽ ഈ ആംഗിൾ എന്താകണം? ഈ ആംഗിൾ 60 ഡിഗ്രി ആകണമല്ലോ. വൈ? ലീനിയർ പെയർ പ്രോപ്പർട്ടി. ലീനിയർ പെയറിൻ്റെ സം 180 ആയിരിക്കണം. സോ ഇത് 120 ആണെങ്കിൽ ഇപ്പുറത്ത് അതിൻ്റെ തൊട്ടടുത്ത് ഫോം ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 180 - 120 60 ഡിഗ്രി ആയിരിക്കണം. ആ ആംഗിളിൻ്റെ പേരൊന്ന് നിങ്ങൾ പറഞ്ഞേ. ആംഗിൾ AOF. അത് എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രി. അതിൻ്റെ പെയർ എവിടെ വരും? ഇവിടെയാണ് പെയർ വന്നത്. ഇത് ഇൻറ്റീരിയർ ആംഗിൾ ആണ്. സോ അതിൻ്റെ പെയർ ഈ പോയിന്റിൽ വരും അല്ലേ, ഇവിടെ ആയിരിക്കും ഇതിൻ്റെ പെയർ വരുന്നത് 60 ഡിഗ്രി. എത്രയാണ്? 60 ഡിഗ്രി. ആംഗിൾ ഒന്ന് പറഞ്ഞേ. ആംഗിൾ CGE. ആംഗിൾ CGE 60 ഡിഗ്രി. സോ നമ്മുടെ രണ്ട് കോ ഇൻറ്റീരിയർ ആംഗിൾസ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഓക്കെ, ഇനി ഇതേപോലെ കോ എക്സ്റ്റീരിയർ ആംഗിൾസ് ഒന്ന് നിങ്ങൾ പറഞ്ഞേ. കോ എക്സ്റ്റീരിയർ ആംഗിൾസ് നോക്കിക്കേ, ഇത് 120 ആണ്. സോ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നതും 120 ആയിരിക്കേണ്ട കാര്യം. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആംഗിൾസ് എപ്പോഴും തുല്യമായിരിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇത് 120 ആണെങ്കിൽ ഇതും 120 ആണ്. ഈ ആംഗിൾ 120 ആണെങ്കിൽ ഈ ആംഗിളിൻ്റെ കോ എക്സ്റ്റീരിയർ ആംഗിൾ, ഇത് പുറത്തോട്ടിരിക്കുന്നതല്ലേ, സോ ഇത് എക്സ്റ്റീരിയർ ആംഗിൾ. ഈ കോ എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ പെയർ എവിടെ വരും? ഒരേ സൈഡിലായിരിക്കും വരുന്നതെന്നാണ് നമ്മൾ പറഞ്ഞതല്ലേ, ഒരേ സൈഡിലായിരിക്കണം. സോ ഇത് കോ എക്സ്റ്റീരിയർ ലെഫ്റ്റ് സൈഡിലാണ്. സോ ഇതിൻ്റെ പെയറും എക്സ്റ്റീരിയർ പോയിന്റിൽ ലെഫ്റ്റിൽ തന്നെ വരണം. അതെന്ന് പറയുന്നത് ഈ പോയിന്റാണ്. ഓക്കെ, അപ്പോൾ ഇത് 120 ഡിഗ്രി. സോ എന്താണ്? ആംഗിൾ AOE എന്ന് പറയുന്നത് 120 ഡിഗ്രി ആണ്. ഇതിൻ്റെ പെയർ ആരാണ്? കോ എക്സ്റ്റീരിയർ ആംഗിൾ പെയർ ആരായിരിക്കും? ആംഗിൾ CGF എന്ന് പറയുന്ന 120 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി നമുക്കിനി ഒരു ആംഗിൾ പെയർ കൂടെ കണ്ടുപിടിക്കാനുണ്ടല്ലേ. അതാരാണ്? ഇത് 60. സോ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് 60 ഡിഗ്രി തന്നെ. സോ ഈ 60യും എക്സ്റ്റേണൽ ആംഗിളാണ്. ഏത് സൈഡ്? റൈറ്റ് സൈഡ്. സോ ഇതിൻ്റെ പെയർ എവിടെ തന്നെയാണ് വരേണ്ടത്? എക്സ്റ്റേണലി ഓൺ ദി റൈറ്റ് സൈഡ് വരണം. അതെന്ന് പറയുന്നത് ഈ ആംഗിൾ ആണല്ലേ. സോ ഇതും 60 ഡിഗ്രി. ആംഗിൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആംഗിൾ BOF
ഒ ഇ, ആംഗിൾ ബി ഒ ഇ എന്ന് പറയുന്നത് എത്രയാണ്? 60 ഡിഗ്രി ആണ്. ആൻഡ് ഇതിൻ്റെ പെയർ ആരാണ്? ആംഗിൾ ഡി ജി എഫ്, ആംഗിൾ ഡി ജി എഫ് ആയ 60 ഡിഗ്രി. ഓക്കെ ആണല്ലോ. സോ ഇന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഈ കോ ഇൻറ്റീരിയർ ആൻഡ് കോ എക്സ്റ്റീരിയർ ആംഗിൾസ് മാത്രമേ പറയുന്നുള്ളൂ. ഇതിന് മുന്നേ ഉള്ള 2 വീഡിയോസിലായിട്ട് ഒന്നിൽ ഓൾട്ടർനേറ്റ് ആംഗിൾസും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നിൽ കറസ്പോണ്ടിങ് ആംഗിൾസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 3 എണ്ണമാണ് നമുക്ക് ആംഗിൾസിൻ്റെ ആംഗിൾസിനെ സെപ്പറേറ്റ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളതിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ള 3 എണ്ണം. ഓക്കെ, ബേസ്ഡ് ഓൺ ദർ പൊസിഷൻ. നമ്മൾ ഈ പേര് കൊടുത്തതെല്ലാം അവരിയ്ക്കുന്ന പൊസിഷൻ വെച്ചിട്ടാണല്ലോ. സോ ഇന്ന് പഠിച്ചത് കോ ഇൻറ്റീരിയർ ആൻഡ് കോ എക്സ്റ്റീരിയർ. കോ ഇൻറ്റീരിയറിനെ നമ്മൾ ആന്തര സഹകോണുകളെന്നും കോ എക്സ്റ്റീരിയറിനെ ബാഹ്യ സഹകോണുകളെന്നും പറയുന്നു. ഇവരുടെ 2 പേരുടെയും ആംഗിൾ, ഓരോ പെയർ ഓഫ് ആംഗിൾസിൻ്റെയും സമ 180 ആണ്. അതുകൊണ്ട് ഓരോ പെയർ ഓഫ് ആംഗിൾസിനെ നമ്മൾ വിളിക്കുന്നത് സപ്ലിമെൻ്ററി ആംഗിൾസ് എന്നും വിളിക്കാറുണ്ട്. ഓക്കെ ആണല്ലോ. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസും പിന്നെ കുറച്ച് ഏരിയയും കൂടെ കവർ ചെയ്യാനുണ്ട്. അത് ഞാൻ ഇനി വരുന്ന ദിവസങ്ങളിൽ 1 or 2 വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നന്ദിയ, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് ഫസ്റ്റ് ടൈം ആണ് ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. സോ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ എത്തും വരെ. ബൈ ബൈ.